എടാ മോനെ ടൊയോട്ട സുപ്ര ദിസ് വൺ ഈസ് ദ ഐറ്റം. എൻ്റെ അമ്മേ ഇതെന്താ പുട്ടൂറ്റിയാ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നാട്ടിൽ നിന്ന് ജർമ്മനി വന്നിട്ട് വ്ളോഗൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവമൊന്നും ഉണ്ടായില്ല. നാട്ടിലാകുമ്പോൾ സിസ്റ്റമൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചേക്കാൻ കാരണം നമ്മൾ വ്ളോഗ് എടുത്തിട്ട് എഡിറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി. പക്ഷേ ഇവിടെ അൺഫോർച്യുനേറ്റ്ലി അത് പറ്റിയില്ല. ബട്ട് എന്തായാലും ഇത് പാഷൻ കാരണം ഇനിയും വീഡിയോ ഇടാൻ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുകയാണ്. എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ റിവ്യൂസും ട്രാവലിംഗ് കണ്ടന്റൊക്കെയാണ് ഇടാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെയും ട്രാവലിംഗ് കണ്ടൻസൊക്കെ ആയിരിക്കും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുക. കാരണം നമുക്കറിയാമല്ലോ, ഇവിടെ വന്നിട്ട് ലൈസൻസൊക്കെ എടുത്ത് വണ്ടി എടുത്ത് ഏത് കാലത്ത് ഇനി ഓട്ടോമോട്ടീവ് കണ്ടന്റ് ഇടാൻ പറ്റുമെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് ബാക്ക് ഇൻ ആക്ഷൻ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കേസ് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ, അതായത് ഇന്ത്യയിലുള്ളതിനേക്കാളും ഒരുപാടധികം വണ്ടികളാണ് ഈ ജർമ്മനിയിലൊക്കെ ഉള്ളത്. കാരണം പല കമ്പനികളുടെയും മാനുഫാക്ചറിങ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. സോ പലതരത്തിലുള്ള പല മോഡൽ വണ്ടികൾ, നാട്ടിൽ കാണാത്ത വണ്ടികൾ വരെ ഇവിടെ കാണാൻ പറ്റും. റോട്ടിൽ കൂടെ വെറുതെ നടന്നു പോയി കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും കാണാൻ പറ്റും. പക്ഷേ അത് പല ടൈമിങ്ങിലായിരിക്കും പല വണ്ടികൾ നമ്മൾ കാണാൻ സാധിക്കുക. ആൻഡ് ഇന്ന് പോണത് ഇതുപോലെ ഒരു കാർ മീറ്റപ്പാണ്. അവിടെ ഡ്രിഫ്റ്റിങ്ങും പല ടൈപ്പ് കാറുകൾ വരും എന്നൊക്കെയാണ് ഫ്രണ്ട് പറഞ്ഞത്. പുള്ളി ഓൾറെഡി അവിടെ പോയിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ഇവൻറ്റിൽ ഞാൻ ഇന്ന് പോകാൻ പ്ലാൻ ഇട്ടത് തന്നെ. കാരണം റോഡിൽ പല ടൈമിൽ ഓരോ വണ്ടികൾ കണ്ടിരുന്നാൽ നമുക്ക് എൻ്റെ ഓഡിയൻസിനെ കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം ഇത്തരത്തിൽ ഒരു കാർ മീറ്റിൽ പോകുകയാണെങ്കിൽ അറ്റ് എ ടൈം പല വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കും. പോരാത്തതിന് ഇവിടുത്തെ മെയിൻ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇവിടെ മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ ഫുള്ള് സ്നോ വീണ് റോഡൊക്കെ കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആ ടൈപ്പൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കാറും ബൈക്കും ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും നമുക്ക് ഓടിക്കാൻ പറ്റില്ല. ഈ ഒരു സമ്മർ ടൈമിലൊക്കെയാണ് കാറും ബൈക്കൊക്കെ പുറത്തേക്ക് ഇറക്കാൻ തന്നെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മർ ടൈമിൽ ഒരുപാടധികം മീറ്റപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോയായിരുന്നു. അതായത് വീക്കെൻഡ് പല സ്ഥലങ്ങളിൽ ഇതുപോലെ മീറ്റപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരു അത്യാവശ്യം ലോങ് ആണ് ഇന്ന് പോകുന്ന ഈ ഒരു ലൊക്കേഷൻ. എൻ്റെ റൂമിൽ നിന്ന് ഓൾമോസ്റ്റ് 4-4.5 മണിക്കൂറാണ് നമുക്ക് ട്രാവലിംഗ് എന്ന് പറയുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈം തൊട്ട് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ കുറച്ച് വൈകിപ്പോയി. അതുകൊണ്ട് ട്രെയിൻ കിട്ടാനായിട്ട് ഹോട്ടലിലായതുകൊണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് 1 അവർ ഇപ്പോൾ ട്രാവൽ ചെയ്ത് വന്നു. 6-ലാണ് വന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ട്രാവൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഗൂഗിൾ മാപ്പ് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ സാധനവും കാണിച്ചു തരും. അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങണ തൊട്ട് ഒരു സ്ഥലത്തേക്ക് ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഏത് വണ്ടി കയറണം, ആ വണ്ടിയിലേക്ക് എത്ര ടൈമുണ്ട്, എന്തോരം നടക്കാനുണ്ട്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ അതുപോലെ ഒരു കറക്റ്റ് ഒരു കണക്ഷൻ പിടിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പോണത്. പിന്നെ മെയിൻ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ ഇവിടെ IC ബുള്ളറ്റ് ട്രെയിനൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. നമ്മൾ മാക്സിമം ഇവിടുത്തെ എൻ്റെ ട്രാവൽ ടിക്കറ്റ് വെച്ചിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് ട്രാവൽ ചെയ്യേണ്ടത്. സോ കണക്ഷൻസ് വളരെ കുറവാണ്. സോ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ ചാടി പിടിച്ച് ഈ ഒരു ട്രെയിനിൽ തന്നെ കയറി ഇപ്പോൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടുന്ന് അടുത്ത കണക്ഷൻ വരുന്നത്. പിന്നെ ഇന്നിവിടെ ഒറ്റയ്ക്കല്ല, കൂടെ 4 ഫ്രണ്ട്സും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ കാണാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ S-Bahn കയറിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഏതാണ്ട് ഒരു 10-15 സ്റ്റോപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഏരിയയിൽ നിന്ന് ഒരുപാട് ദൂരം ആയതുകൊണ്ട് തന്നെ ഇവിടെ ടിക്കറ്റ് മാത്രം കാണിച്ചാൽ പോരാ. TT വരുമ്പോൾ നമ്മുടെ ടിക്കറ്റും പിന്നെ പാസ്പോർട്ട് കൂടി കാണിക്കേണ്ടി വന്നു. അപ്പോൾ അത് രണ്ടും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഒരു ബാലൻസ് 10 സ്റ്റോപ്പ് കൂടി ഉണ്ടാവും. അത്യാവശ്യം ലോങ് ആണ് ഈ പറഞ്ഞ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത്ര നേരം ഇതിനകത്ത് നമ്മൾ ഇരിക്കേണ്ടി വരും. അപ്പോൾ ബാക്കി അവിടെ ചെന്നിട്ട് അപ്പോൾ നമ്മൾ S-Bahn കയറി നമ്മുടെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിൻ ഉള്ളത്. പിന്നെ നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ എത്തിക്കാൻ കാരണം അവിടെ അവരുടേതായ ഷോപ്പും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് കടകളിൽ നിന്ന് മേടിക്കേണ്ടി വരും. അതായിരിക്കും കുറച്ചുകൂടി നമ്മൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിക്കാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ തന്നെ അരമണിക്കൂർ ഉണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് നൈസായിട്ട് വാങ്ങി അടിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ബെർലിൻ വെച്ചിട്ട് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ കളറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ റെഡ് ആയിക്കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ പാടില്ല, ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനാണ്. സോ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയേക്കാണ്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനായിട്ട് നിങ്ങൾ കാണുന്നത് മാരകമാണ്, ഒരു രക്ഷയില്ല. വലിയൊരു ഏതാണ്ട് ഒരു പഴയ മ്യൂസിയം പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റേഷൻ കണ്ടിട്ട് എനിക്ക് ബെർലിൻ സെൻട്രൽ സ്റ്റേഷനേക്കാളും വലുതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത്രമാത്രം വലിപ്പമുണ്ട്, ഒരുപാടധികം പ്ലാറ്റ്ഫോമും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റേഷൻ എന്ന് പറയുന്നത് വെറും ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല, ഒരു മാള് പോലെയാണ് ഫീൽ ചെയ്യണത്. ഫുള്ള് കടകളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഒരുപാടധികം കടയുണ്ട്. ഫുഡ്, ഡ്രസ്സ് എന്നീ വേണ്ട എല്ലാ സാധനവും നമുക്ക് ഇവിടെ മേടിച്ചിട്ട് പോകാം.
പിന്നെ നമുക്ക് ഇവിടെ ചീപ്പായിട്ട് സ്നാക്സൊക്കെ മേടിക്കാൻ പറ്റിയത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ കുറച്ചുകൂടി ചീപ്പറായിട്ട് നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് കൂടെ നമുക്ക് ബാക്കിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ ഫുഡൊന്നും മേടിക്കേണ്ട നേരെ തിരിച്ച് ഇപ്പോൾ ട്രെയിനിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് റെവേലാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാക്കി സൂപ്പർ മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവാണ്. പിന്നെ ഇവിടെ വേറെ കട നോക്കിയിട്ട് കാണാനില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ കുറച്ച് സ്നാക്സ് മേടിച്ചിട്ട് ഇനിയിപ്പോൾ മെല്ലെ നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. ഇനിയിപ്പോൾ നിസ്സാര ടൈമാണ് ബാക്കിയുള്ളൂ. സോ ഇനി അവിടെ വെച്ച് കാണാം. അപ്പോൾ നമ്മളെങ്ങനെ അവസാനത്തെ ഷോപ്പിലും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ സിറ്റി ലൈഫിൽ നിന്ന് കുറച്ച് മാറി ഉള്ളൊരു ഏരിയയാണ്. ഭയങ്കര വാസ്റ്റായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നടന്ന് നമുക്ക് അവിടേക്ക് എത്തേണ്ടതുണ്ട്. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട്. എന്തായാലും നമുക്ക് ഒന്നിച്ച് ഫ്രണ്ട്സൊക്കെ ഉള്ള കാരണം നടന്ന് മെല്ലെ നീങ്ങാം. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്താറായിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ വാസ്റ്റ് ഏരിയ കാരണം നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഓട്ടോ പമ്പ് ഉണ്ട്. നമുക്ക് ഈ വണ്ടികളൊക്കെ ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകണേ കാണാം. പിന്നെ ഇവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്യണ ഒച്ച കേൾക്കാം കേട്ടോ. അതായത് കാർ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് ഇല്ലേ, നമുക്ക് ഇവിടുന്ന് കേൾക്കാൻ പറ്റും. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ. എന്തായാലും വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റിൽ, അതും ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പോണത്. എന്തായാലും ലെറ്റ്സ് റോൾ. അപ്പോൾ ഫൈനലി നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇതാ എൻ്റെ ഫ്രണ്ടിലായിട്ട് സംഭവം ഉണ്ട് തൊട്ട് ബാക്കിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടേക്ക് വാങ്ങാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ കുറേ വണ്ടികൾ ഇവിടുത്തെ കറക്കണ സൗണ്ട് കേൾക്കാം. ഇനി അതൊക്കെയാണ് വണ്ടികളെന്ന് അടുത്ത് നിന്ന് നോക്കാം. അപ്പോൾ അതാ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ 2 പോർഷൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ നല്ല രീതിക്ക് ക്രൗഡ് ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മലയാളികളായിട്ട് ഇപ്പോൾ വേറെ ആരും കണ്ടിട്ടൊന്നുമില്ല. ഞങ്ങൾ 5 പേരാണ് ഉള്ളത്. അതാ കണ്ട ബാക്കിലൊക്കെ കഴിഞ്ഞാൽ ഫുൾ ക്രൗഡ് കാണാൻ പറ്റും. ഒരുപാട് വണ്ടികളുണ്ട്. ഓരോ സമയത്ത് ഓരോരുത്തർ വന്ന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് നേരെ കയറ്റിയിടും. നാട്ടിൽ കാണാത്ത ഒരുപാട് വണ്ടികൾ ഒരുപാട് തരത്തിൽ മോഡിഫൈ ചെയ്തോടെ വെച്ചാണ് കാണാതാ. ഇതുകൾ കുറേ ലൈനപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. പ്രീമിയം കാർസ്, നോർമൽ കാർസ്, അങ്ങനെ പല ടൈപ്പ് പല രീതിയിലുള്ള സാധനം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് വണ്ടികൾ ഇതുപോലെ ലൈനപ്പ് ഇട്ട് നിർത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മേ, ഇതെന്താ പുട്ടൂറ്റിയാ സീൻ തന്നെ. ഇതാ എൻ്റെ ഫ്രണ്ടിൽ റെഡ് ഓഡി, സുബാരു എന്നീ വേണ്ട ഒരുപാട് വണ്ടികളുണ്ട്. സ്കോഡയുടെ വണ്ടിയുണ്ട്. മെയിനായിട്ടും നമുക്കറിയാലോ ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ BMW ആയിരിക്കും കൂടുതൽ കാണാൻ സാധിക്കുക. BMW അല്ല, ഇവിടെ വരുമ്പോൾ നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത് BMW എന്നാണ്. കണ്ടതേ ഏറ്റവും വെച്ചത് സാധനം നോക്ക്. എൻ്റെ ഫുള്ള് ഒരു രക്ഷയില്ല. അവിടെ നമുക്ക് പല മോഡൽ VM ആണ് കാണാൻ സാധിക്കുക. തൊട്ട് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാ ഓഡി സീരീസ് എല്ലാ ലോവർ ഇത് ഷോ സീനായിട്ട് വെച്ചേക്കാണ്. എൻ്റെ പൊന്നോ, വണ്ടി താത്തിട്ട് നോക്ക്. സ്ലീപ്പർ തൊട്ടപ്പുറ മസ്താങ്. എൻ്റെ മോനെ കില്ലൻ സാധനം. ഇതൊക്കെ ഇവിടുത്തെ വണ്ടി തന്നെയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണില്ല. കാരണം നമ്പർ പ്ലേറ്റൊക്കെ ഓരോന്നും ഓരോ രീതിയിലിരിക്കണേ. ഈ ഒരു ഷോയിൽ കൂടുതലും കാണാൻ പറ്റുന്നത് ഓഡിയും BM ആയിരിക്കും കേട്ടോ. ഞാൻ തൊട്ടപ്പുറം നമുക്കിപ്പോൾ ഡ്രിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. എന്തായാലും ഡ്രിഫ്റ്റിംഗ് കാണാൻ കൊതിയായിട്ട് കൊള്ളാം. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നീങ്ങാം. ഏടാ മോനെ, ടൊയോട്ട സുപ്ര, ദിസ് വൺ ഈസ് ദ ഐറ്റം. എന്താ കളിയാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയണമെന്നറിയില്ല. ഞാൻ ഏതാണ്ടൊരു വണ്ടർലാൻഡിൽ നിന്ന് വന്ന പോലെയാണ്. ദീപക്കെ എഗ്രേഡ് സ്ഥലം. എനിക്കൊന്നും പറയാനില്ല, പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും അധികം ബാഡ് അടിച്ചൊരു കാര്യം ബൈക്ക് കണ്ടില്ലല്ലോ എന്നായിരുന്നു. പക്ഷെ അതാ എല്ലാം അവിടെ ഉണ്ട്. എന്തായാലും ടൈം ഉണ്ടല്ലോ, നമുക്ക് മെല്ലെ കാറുകളൊക്കെ കണ്ട് നീങ്ങിയിട്ട് ബൈക്കിൻ്റെ അടുത്തേക്ക് പോവാം. OMG എന്താ കളിയാ, M4 മാറി ദിസ് ഈസ് ഹെവൻ. അപ്പോൾ ഇവിടുത്തെ ക്രൗഡ് ഞാൻ കാണിച്ചു തരാതാ. ഇത്രമാത്രം ആൾക്കാരാണ് ഈ ഒരു പരിപാടി കാണാനായിട്ട് വന്നിരിക്കണത്. പക്ഷെ എൻ്റെ മോനെ സീൻസാണ് പൊളി. അപ്പോൾ എനിക്ക് ഡ്രിഫ്റ്റിങ് കാണാണ്ടിരിക്കാൻ വയ്യ. നേരെ ഡ്രിഫ്റ്റിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്ന വഴിയാണ് ദാ ഇവിടെ ബൈക്കൊക്കെ നിർത്തിയിട്ടേക്കണത്. എന്തായാലും ബൈക്ക് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ഓരോ വണ്ടികളും ഇവിടെ ലൈനപ്പ് ഇട്ട് ആണ് നിൽക്കണത്. കാരണം ഓരോ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അവർ മാറിപ്പോയി കഴിഞ്ഞിട്ടാണ് അടുത്ത വണ്ടി കയറണത്. അങ്ങനെ മാറിയാണ് ഓരോരുത്തരും ഡ്രിഫ്റ്റ് ചെയ്യണത്. എൻ്റെ സൗണ്ട് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. കാരണം ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടാണ് ഇവിടെ അറ്റ്മോസ്ഫിയറിലുള്ളത്. അപ്പോൾ എൻ്റെ സൗണ്ട് നമുക്ക് ഈ ഒരു ആംഗിളിൽ നിന്ന് കാണാൻ പറ്റില്ല. അതാ കുറച്ച് പേര് മുകളിൽ അവിടെ കയറിക്കുന്നുണ്ട്. നമുക്ക് അതിൻ്റെ മുകളിൽ കയറിക്കണ നൈസായിട്ട് കാണാൻ പറ്റും. എന്തായാലും ആദ്യം ബൈക്ക് കണ്ട് എന്തായാലും അത് നമുക്ക് ബൈക്ക് നോക്കാം. ഇതാ ഇവിടെ ബൈക്കിൻ്റെ സെക്ഷനാണ്. 10R ഉണ്ട്, R1, R6 എന്നീ വേണ്ട എല്ലാ സാധനവും ഉണ്ട്. നമ്മുടെ നാട്ടിൽ R6 R7 ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരുപാട് അധികം കാണാൻ പറ്റും. കാരണം യമഹയുടെ വണ്ടി ഞാൻ വന്നപ്പോൾ തൊട്ട് ഒരുപാട് കാണുന്നതാണ്. ഇനിയിപ്പോൾ എന്തായാലും
ബൈക്ക് ഇതാ ഇവിടെ നമുക്ക് മോട്ടോ ക്രോസ് അങ്ങനത്തെ എല്ലാ സീരീസ് വണ്ടിയും ഇവിടെ കാണാൻ പറ്റും. 390 തൊട്ട് എല്ലാ വണ്ടിയും ഉണ്ട്. നമുക്ക് എന്തായാലും മുകളിലേക്ക് കയറാം. എനിക്ക് ഡ്രിഫ്റ്റിംഗ് ആണ് മെയിനായിട്ട് കാണേണ്ടത്. അമ്മീ യെസ് എൻ്റെ പൊല്ലോ, ഇതാണ് നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറയണത്. ഇതാ ആ ഒരു പോർഷനിലാണ് ഡ്രിഫ്റ്റിംഗ് നടക്കണത്. ഓളി സാരം എൻ്റെ മോനെ, ഇവന്മാരെ ടയറിട്ട് തകർക്കാണ് ഗൈസ്. അപ്പൊ ഗൈസ് ടയർ പൊട്ടിയിട്ടുണ്ട്. അച്ഛൻ നൈസായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ടയറിൽ പോകുന്ന അതെ ടയറിൽ പോകാം. അപ്പൊ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാ അടുത്ത കാർ എത്തിയിട്ടുണ്ട്, കാണിച്ചേ. ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ്. കമോൺ, എനിക്ക് തോന്നുന്നു വാമപ്പായിരിക്കും. യെസ്, മച്ചാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ വണ്ടിയൊക്കെ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തേക്കുന്നത് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. കാരണം ഹെഡ്ലൈറ്റ് പോലും ഇല്ല ചില വണ്ടികളിൽ. പിന്നെ ഈ വണ്ടിക്ക് പുറത്തേക്ക് ഇറക്കി ഞാൻ എങ്ങനെ പോയാലും പോലീസ് പിടിക്കും. അതുകൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഇവർ ട്രക്കിൽ കയറ്റി ഇവിടെ കൊണ്ട് ഇറക്കാനാണ് ഈ വണ്ടികൾ. ഗൈസ്, അപ്പോൾ ഡ്രിഫ്റ്റിംഗ് വണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ് ഡ്രിഫ്റ്റിങ്ങിൽ. നമുക്ക് അതിൻ്റെ ഡ്രിഫ്റ്റിംഗ് കാണാം. ഈ വണ്ടി പലരും കണ്ടിട്ടുണ്ടാകും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഉണ്ട്. മെയിനായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ എന്തായാലും അവനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സാധനം. അപ്പോൾ ദാ കുറേ വണ്ടി ഇറക്കാൻ പോവാണ്. സാധനം വണ്ടികളുടെ സൗണ്ട് ഉള്ള കാരണം എൻ്റെ വോയിസ് അത്രമാത്രം ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. കാരണം ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോ എക്സോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ലൗഡാണ്. അപ്പം അങ്ങനെ കുറച്ച് നേരത്തെ അക്രമം നിർത്തി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ സാധനം ഒന്ന് ക്ലീൻ ചെയ്യണം. അത് കുറച്ച് പേര് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മൊത്തം ക്ലീനാക്കി വരുമ്പോഴേക്കും ഒരു സമയമെന്ന് തോന്നുന്നു. കാരണം അത് ഫുള്ള് ടയറിൻ്റെ റബ്ബർ വീണേക്കാണ്. അത് ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാണ് ഇത് വീണ്ടും ആൾക്കാർ ഇവിടെ നിന്ന് ഈ ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഈ ഒരു പരിപാടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട്. അതായത് 2 മാസം കൂടുമ്പോഴൊക്കെ സംഭവം ഇവിടെ നടത്താറുണ്ട് ഇവർ. പക്ഷേ മെയിനായിട്ട് സമ്മറിലാണ് നടക്കുള്ളൂ. അറിയാമല്ലോ, വിൻ്ററിൽ മഞ്ഞൊക്കെ ആയിരിക്കും. ഡ്രിഫ്റ്റിംഗ് ഒന്നും നടപടിയാവില്ല. വണ്ടി പുറത്തേക്ക് ഇറക്കലെന്ന സീനാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മർ തീരുന്നവരെ അത്യാവശ്യം നല്ല രീതിക്ക് ഇതുപോലത്തെ പല പല സ്ഥലങ്ങളിലായിട്ട് ഡ്രിഫ്റ്റിംഗ് നടക്കും. അപ്പോൾ ദാ ഞങ്ങളിവിടെ ഹൈറ്റിൽ നിൽക്കുന്ന കാരണം ഇതിൻ്റെ മുകളിൽ നിന്ന് എല്ലാ വണ്ടി നിർത്തിയിട്ട് തന്നെ കാണാൻ പറ്റും. ദാ ആ സെക്ഷനിൽ നിന്നാണ് ഞങ്ങൾ വന്നത്. അവിടെ നിന്ന് വന്ന് ഈ ഒരു സ്ഥലം ഫുള്ള് വണ്ടി നേരത്തെ ഇട്ടേക്കാണ്. അതാ തൊട്ട് സൈഡിലാണ് ഡ്രിഫ്റ്റിംഗ് കിടന്നത്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വണ്ടിയും ഇവിടെ കാണാൻ പറ്റും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, ആൻഡ് നെക്സ്റ്റ് ടൈം.